In the last video, we will discuss about pivot table. Pivot table എങ്ങനെയാണ് ഓർഗനൈസേഷൻ സമ്മറി റിപ്പോർട്ടാണ് ഒരു പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞത്. പിവറ്റ് ടേബിളിലെ ഡാറ്റ നമ്മൾ സോഴ്സ് ഡാറ്റ എടുത്തിട്ടാണ് സമ്മറി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡാറ്റ പ്രോസസിംഗ് ടെക്നിക്കാണ്. ദെൻ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 3 കാറ്റഗറിയിൽ പറഞ്ഞു. ഡാറ്റ ലൊക്കേഷൻ, സോഴ്സ്, ദെൻ പിവറ്റ് ടേബിളിന്റെ ലൊക്കേഷൻ, അതിനുശേഷം അതിന്റെ ലേ ഔട്ട്, സ്പെസിഫൈഡ് ഓപ്ഷൻസ്. ഈ 3 കണ്ടന്റ് ഉപയോഗിച്ചിട്ട് പിവറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പിവറ്റ് ടേബിളിലെ ടെർമിനോളജീസ് റോ ഫീൽഡ്, കോളം ഫീൽഡ്, ഡാറ്റ ഫീൽഡ്, പേജ് ഫീൽഡ്. പിവറ്റ് ടേബിളിലെ ടെർമിനോളജി വരുന്ന ഒരു ഡയഗ്രാം ഇത്രയാണ് പറഞ്ഞെടുത്തിരുന്നത്. ഇതെങ്ങനെ എക്സൽ ഷീറ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം ആ ഒരു കാര്യം നീ പറയാൻ പോകും. ഇതാണ് നമ്മൾ ഡാറ്റ. ഒരു ഷോപ്പില് സെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഐറ്റം നെയിം, സെയിൽ ഡേ, എമൗണ്ട്, പ്രിന്റർ, CPU ഇതെല്ലാം പോയെല്ലാം ഫസ്റ്റ് മൺഡേ പ്രിന്റർ മൺഡേ സെയിലായി. ട്യൂസ്ഡേ CPU, നെക്സ്റ്റ് മൺഡേ ഈ മോണിറ്റർ സെയിലായി. മൗസ് സാറ്റർഡേ 2 സെയിലിന്റെ ആയിരുന്നു, കീബോർഡ്, മൗസ്. നെക്സ്റ്റ് വെനസ്ഡേ പ്രിന്റർ. ആ രൂപത്തിലാണ് ഓരോ ഡേയ്സിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാറ്റ എൻട്രി ചെയ്തത് മാത്രം. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ട്. ഞാൻ താഴെ വരെ കുറച്ച് എൻട്രി ചെയ്തിട്ടുണ്ട്. ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് പിവറ്റ് ടേബിൾ അതും ക്രിയേറ്റ് ചെയ്യാൻ പോകും. നമുക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്തും ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇൻസെർട്ട് ബട്ടൺ, ഇൻസെർട്ടിൽ പിവറ്റ് ടേബിൾ കണ്ടോ, ഇതുപോലെ ഡയലോഗ് ബോക്സ് വരും. ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്യുക. ഏത് ഡാറ്റാബേസിൽ നിന്നാണോ, ഏത് ടേബിളിൽ നിന്നാണോ ഡാറ്റ പിക്ക് ചെയ്യുന്നത്, ദിസ് മച്ച്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഇത് ഡാറ്റ ടൈപ്പ് ചെയ്ത് വെക്കാം. ഈ ഒരു ടേബിളിൽ നിന്നാണ് ഡാറ്റ പിക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എവിടെയാണ് എക്സിസ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഈ സ്ക്രീനിൽ എവിടെയും ക്ലിക്ക് ചെയ്യാം. ഇവിടെ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ഈ ഷീറ്റിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഷീറ്റ് അവൈലബിൾ ആക്കുക. നെക്സ്റ്റ് ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ ഷീറ്റ് 4, ഓക്കെ, ആ ഷീറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അഡ്രസ് ഇവിടെ വരും. ഏത് ഷീറ്റാണ് വേണ്ടത് ആ ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽ അഡ്രസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ആ അഡ്രസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റ പിക്ക് ചെയ്തത്. ഞാൻ ഇവിടെ ഈ ഒരു സെല്ലിലാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓക്കെ ബട്ടൺ സെല് കണ്ടോ, ഇവിടെ ഡാറ്റ വന്നു, പിവറ്റ് ടേബിളിന്റെ ഡാറ്റ വന്നു. ഇനി ആ ഡാറ്റ എങ്ങനെ അറേഞ്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ 3 ഫീൽഡാണ് വന്നത്, ഐറ്റം നെയിമും സെയിൽസ് ഡേയും എമൗണ്ടും. അതാ 3 ഡേറ്റ് ഇവിടെ വന്നത്, 3 ഡാറ്റ. പിന്നെ അത് എവിടേക്ക് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അറേഞ്ച് ചെയ്യണം. ഇവിടെ ഐറ്റം നെയിം റോ വൈസിൽ കൊടുത്തു. ഐറ്റം നെയിം കണ്ടോ ഇവിടെ. അപ്പൊ റോ വന്നു, ഫസ്റ്റ് റോ CPU, സെക്കൻഡ് റോ കീബോർഡ്, മോണിറ്റർ. ഈ എൻട്രിയിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വന്നു. റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, കാരണം സിംഗിൾ ഐറ്റംസ് അല്ലേ. ഈ ഐറ്റംസ് വന്നു. നെക്സ്റ്റ് വൺ സെയിൽസ് ഡേ. ഞാൻ കോളം വൈസിൽ കൊടുത്തു. കോളം വൈസിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ കംപ്ലീറ്റ് ആയി. എമൗണ്ട് വാല്യൂസ് ഇൻസെർട്ട് ചെയ്തു. ഇപ്പൊ ടേബിളിന്റെ ഡാറ്റയും ഞാൻ ചെന്ന് ക്ലോസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതുണ്ടോ, ഇപ്പൊ കംപ്ലീറ്റ് ഡാറ്റ. ഇത് ഈ ഒരു ടേബിളിന്റെ ഡാറ്റ നമുക്കൊരു ഓർഡർ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചാർട്ട് ആയിട്ട് വന്നത് സമ്മറി റിപ്പോർട്ടാണ്. ഇവിടെ ഞാൻ ആദ്യം ടേബിൾ വൈസ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ടേബിൾ ആയിട്ട് ഇൻസെർട്ട് ചെയ്യാം. ഇവിടെ മുകളിൽ നമുക്ക് ടേബിൾ കൊടുക്കല്ലോ. ടേബിൾ ഫോമില് ടേബിൾ പഠിച്ചായിരുന്നു. ഓൾ ബോർഡേഴ്സ്, ദെൻ തിക്ക് ബോർഡേഴ്സ്. ഓക്കെ, ഇപ്പൊ ഒരു സ്ട്രക്ചർ കിട്ടി അല്ലേ. ഈ ടേബിൾ ഡാറ്റ ഉണ്ടോ, നമുക്ക് അലൈൻ ചെയ്യട്ടോ. സെൻട്രൽ അലൈൻ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതുവരെ ഈ ഒരു ടേബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അനലൈസ് ആ ടേബിൾ അനലൈസ്. ഓക്കെ, ഇത് ടേബിൾ 1. ഈ ടേബിളിന്റെ പിവറ്റ് ടേബിളിന്റെ നെയിം ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് ടേബിൾ നമുക്ക് അറിയാം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐറ്റംസ്, പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് സെയിൽസ് നെയിം കൊടുക്കും. അതുപോലെ സം ഓഫ് എമൗണ്ട്, ഇതാണ് നമ്മുടെ ആക്റ്റീവ് ഫീൽഡ്. ഈ ഒരു ഫീൽഡ് മൗസ് പോയിന്റർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 2-3 ടേബിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ഏത് ടേബിളാണ് നമ്മളിപ്പോൾ മൗസ് പോയിന്റർ വെച്ചിട്ടുള്ളത് ആ ഒരു ഡാറ്റ അവിടെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനലൈസിൽ സം ഓഫ് എമൗണ്ട് എന്നാണ്. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടെ പോയി വേണം. സോ ഇപ്പൊ നിൽക്കുന്നത് ഇതുപോലെ ഈ സമ്മറി, സം ഓഫ് എമൗണ്ട് ആണ് സമ്മറി റിപ്പോർട്ടിലാണ്. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇത് ഭാഗത്ത് നമുക്ക് സെയിൽസ് മാത്രം എൻട്രി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ സെയിൽസ് വന്ന്. അപ്പൊ ഇങ്ങനെ ഈ ടേബിളിലാണ്. ഇനി അടുത്തൊന്ന് കേസ് നോക്കാം. ഇൻസെർട്ട് സ്ലൈസർ 3 ഐറ്റംസ് ഉണ്ട് അല്ലെ. ഐറ്റം നെയിം വെച്ച് സ്ലൈസ് ചെയ്യാനല്ലേ, വളരെ ചെറുതാക്കുക അല്ലെ, വളരെ നൈസാക്കി മാറ്റാം. ഐറ്റം നെയിം വെച്ചാൽ ചെയ്തത്. അപ്പൊ ഐറ്റം നെയിം മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ.
അപ്പൊ ഐറ്റം മാത്രം ഇവിടെ വന്ന ഐറ്റം. പിന്നെ ഞാൻ സി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സി പിന്റെ സെയിൽ ഇത്ര ദിവസം എത്രത്തോളം പോയി. സൺഡേ സി പി യു കണ്ടോ, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ ഓരോന്നും കറക്റ്റ് കാണിക്കുന്നുണ്ട്. മൺഡേ സി പി യു സെയിൽ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് സി പി യുടെ കാണിക്കാത്തത്. ടേബിൾ പിവറ്റ് ടേബിൾ ഒന്നുകൂടെ സ്ലൈസ് ചെയ്തു, വീണ്ടും ചെറുതായി കിട്ടി. അതുപോലെ കീബോർഡ് ഐറ്റംസ് കിട്ടും, ഏത് ഐറ്റവും കിട്ടും. ഈ രണ്ട് ഐറ്റം കാണിക്കുന്ന കീബോർഡ് മൗസും ഒരുമിച്ച് കാണിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ടിക്ക് ഓപ്ഷൻ കണ്ട് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യാം, ഇത് ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ട് മൗസും കീബോർഡും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അപ്പൊ രണ്ടിന്റെയും കാണിക്കും, കീബോർഡ് ഇത്ര മൗസ് ഇത്ര. അപ്പൊ ഡീഫോൾട്ട് എന്താ ഉണ്ടായിരുന്നത്, എല്ലാം ഉണ്ടായിരുന്നു അല്ലേ, കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാം ടിക്കിൽ എല്ലാം ടിക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട മാത്രം എന്ത് ചെയ്യാം, ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം വേണ്ട മാത്രം സെലക്ട് ചെയ്താൽ അത് മാത്രം കിട്ടും. ഇതാണ് സ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിപ്പോ ഐറ്റം നെയിം മാത്രത്തിന് സെയിൽസ് ഇതെടുത്തും കിട്ടും. ഈ സെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡേ വൈസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം ഓൾറെഡി എല്ലാം ടിക്കറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് മാത്രം ക്ലിക്ക് ചെയ്യാം. അതായത് വെനസ്ഡേ എത്ര സെയിൽ നടന്നു, വെനസ്ഡേ മാത്രമേ ഉള്ളൂ. വെനസ്ഡേയിൽ ഈ ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. ഡിസൈൻ നോക്കാം, ഡിസൈൻ ഇത് ടേബിൾ ഡിസൈനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത ടേബിളിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ആ ടേബിളിന്റെ സ്ട്രക്ചർ നമുക്ക് ചെറിയൊരു ഡിസൈൻ കണ്ടോ വരുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൾട്ടിപ്പിൾ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇവിടെ ഇതാണ് കോളം ഫീൽഡ്, റോ കോളം ഫീൽഡ് ആണ് ഈ ഭാഗം, കോളം ലേബൽസ് ഇത്രയും ഭാഗം കോളം ഫീൽഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതുപോലെ റോ ഫീൽഡിന് റോ ലേബൽ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യട്ടെ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, ചേഞ്ച് കൊടുക്കാം. നമുക്ക് വേണ്ട രൂപത്തിൽ അറേഞ്ച് ചെയ്യാം ഇവിടെ. അപ്പൊ കോളം നെയിം കിട്ടി, കോളം ഫീൽഡ് കിട്ടി. ഇതാണ് ടേബിൾ ഫീൽഡ് എന്ന ഓപ്ഷൻ. നമുക്ക് ഈ സെയിൽസ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് കണ്ടന്റ്. നമുക്ക് ഇവിടെ മാറ്റിയിട്ട് എന്ത് വയ്ക്കാം, ഈ ഒരു പേജിന്റെ ഫീൽഡ് നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിസൈൻ മെനുവിൽ ഇവിടെ ബാൻഡ് റോസ് എന്ന് കാണാം. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വലിയ ഡാറ്റ നോക്കുമ്പോൾ റോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലൊരു ഓപ്ഷൻ അതുപോലെ കണ്ടോ, കറക്റ്റ് ആയിട്ട് ഈ ഒരു കോളം കിട്ടും. നെക്സ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഭാഗം ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടില്ല, അത് ചേഞ്ച് ചെയ്യും, ഒരു സെല്ല് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇത് റോ വൈസും ഉണ്ട്, കോളം വൈസും ഉണ്ട്. കോളം വൈസ് ഒക്കെ കോളം വൈസിലാണ് ഡാറ്റ നോക്കണ്ടെങ്കിൽ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. റോ വൈസിലാണ് ഡാറ്റ നോക്കുന്നെങ്കിൽ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന ടേബിളിന്റെ ഡിസൈൻ കണ്ടോ, പല ടൈപ്പ് ഡിസൈൻ ഉണ്ട് ടേബിളിന്റെ. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെയും കാണാൻ പറ്റും ഡിസൈൻസ്. നോക്കി ഞാൻ ഇവിടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തു. സപ്പോസ് പുതിയൊരു റോ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഒരു മൗസ് ആഡ് ചെയ്തു, മൗസ് ഫ്രൈഡേ, സെയിം ഫ്രൈഡേ തന്നെ 250. ഇപ്പൊ ഇത് ടേബിളിൽ വന്നിട്ടുണ്ടാവില്ല അല്ലെ, ഫ്രൈഡേ മൗസിന്റെ ഭാഗത്ത് അതാണ് ഈ ഒരു സെല്ലിൽ ഡാറ്റ ഇപ്പൊ ബ്ലാങ്ക് ആണ്. ഈ ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്ത ഡാറ്റ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇവിടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റ ഇവിടെ ഓട്ടോമാറ്റിക് വരും. 250 രൂപ എക്സ്ട്രാ ഇവിടെ ഐറ്റം വരും. ഇവിടെ 1000 1250 വരും. അതുപോലെ ഈ ഒരു കോളത്തിലും 37,250 ഇവിടെ വരും. അനലൈസ് ടേബിൾ തന്നെ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ഓൾ കണ്ട 250 വന്നു. ഇവിടെ വാല്യൂ ആഡ് ചെയ്ത് എക്സ്ട്രാ ഇവിടെ വന്നു. അങ്ങനെ ഡാറ്റ എക്സ്ട്രാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതല്ലാതെ ഇവിടെ ഡാറ്റ വരില്ല. അതുപോലെ ചേഞ്ച് ഡാറ്റ, നമുക്ക് ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നത് ഇതുപോലെ നമ്മൾ ഡാറ്റ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിരുന്നു. ടേബിളിന്റെ കണ്ടന്റ് ലാസ്റ്റ് വരെ ഉള്ളൂ അല്ലേ, ടേബിളിലെ ഡാറ്റ ഇത്ര തന്നെ ഉള്ളൂ. ഇനിയും 2-3 ഡാറ്റ എക്സ്ട്രാ ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലെ ടേബിളിലെ ഡാറ്റ എക്സ്റ്റെൻഡ് ചെയ്യണം. ടേബിൾ ഡാറ്റ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ അവിടെ വരും. ഓക്കെ, ഈ ടേബിളിലെ ചേഞ്ച് ഡാറ്റ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും താഴെ നീക്കി കഴിഞ്ഞാൽ ആ ഡാറ്റ കണ്ടോ ഇതുവരെ ഉള്ളൂ. ഇതിന് ശേഷം വീണ്ടും എൻട്രി ഉണ്ടെങ്കിൽ അതുവരെയുള്ള ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ടേബിൾ വീണ്ടും ഇവിടെ വരും. അതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്യുക, സെലക്ട് ചെയ്യുക, മൊത്തം എന്റെ പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് കേട്ടോ. സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച് എങ്ങോട്ടാണ് നമ്മൾ ഇവിടെയാണ് സെല്ലിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചല്ലേ, നമുക്ക് വേറെ പേജിലോട്ടോ അല്ലെങ്കിൽ താഴെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടുള്ള ഷിഫ്റ്റ് അഡ്രസ് കൊടുത്താൽ അവിടെ പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ ഫീൽഡ്, നേരത്തെ പറഞ്ഞ ഫീൽഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്ത ഫീൽഡാണ്. ഈ ഫീൽഡ് ഞാൻ റീഅറേഞ്ച് ചെയ്തു. ഇപ്പൊ ഇവിടെയാണ് ഐറ്റംസ് വരുന്നത് അല്ലെ. അതുപോലെ സൺഡേ മൺഡേ എന്ന് പറഞ്ഞ ഈ ഒരു ഡേ ഇവിടെ വരുന്നത്. ഞാൻ അത് മാറ്റി എൻട്രി ചെയ്യാൻ പോവാം. ഐറ്റം നെയിം കോളം വൈസ് കണ്ടോ, CPU തന്നെ സെയിൽസ് ഡേ റോ വൈസ് ഇട്ടു. ദെൻ ഇവിടെ വാല്യൂസ് എമൗണ്ട്. ഇപ്പൊ ടേബിൾ ഒന്ന് ഇന്റർചേഞ്ച് ആയി അല്ലെ, ചെറുതായിട്ട് റോയും കോളും ചേഞ്ച് ആയി. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് ചെയ്യാം. ഏത് രൂപത്തിൽ സ്ലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. സ്ലൈസ് ചെയ്യുന്നത് ഇവിടെ സെയിൽസ് ഡേ വെച്ചാണ് സ്ലൈസ് ചെയ്യാം. ട്യൂസ്ഡേ എന്ന് പറഞ്ഞ ഡേയ്സിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ്, എത്രയാണ് സെയിൽ നടന്നത്, ഗ്രാൻഡ് ടോട്ടൽ രണ്ടും കിട്ടും.
അതുപോലെ മൾട്ടിപ്പിൾ വാല്യൂ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എൻ്റർ ചെയ്യാം. ട്യൂസ്ഡേയും തേഴ്സ്ഡേയും 2 ഡേയ്സിലെ കണ്ടന്റ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ചാർട്ട് നോക്കാം. പിവറ്റ് ചാർട്ട്. ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടേബിളിന്റെ അതേ ചാർട്ട് അവൈലബിൾ ആണ്. സെയിൽസ് നമ്മൾ ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അനലൈസിൽ പിവറ്റ് ചാർട്ട് കണ്ട ക്ലിക്ക് ചെയ്യാം. പിവറ്റ് ചാർട്ട് നമ്മൾ ഓൾറെഡി ചാർട്ട് ഡിസ്കസ് ചെയ്താണ്. ആ ചാർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അത് ടേബിളിലാണ് നമ്മൾ ചാർട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ടേബിൾ നമ്മൾ ചാർട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചാർട്ട് ഈ ചാർട്ട് നമുക്ക് കറന്റ് ടേബിൾ അറേഞ്ച് ചെയ്യാം. കറന്റ് വിൻഡോയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷീറ്റിലോട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാം. ഇത് കണ്ടോ ഓരോ അറേഞ്ച്മെന്റും ഇവിടെ നമുക്ക് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് ഡേ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഒക്കെ വീട്ടിൽ അറേഞ്ച് കൊടുത്താൽ അതേ ഡാറ്റ ഒരു അറേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ സൺഡേ കളർ ഉണ്ട്, ബ്ലൂ കളറിലാണ്. സപ്പോസ് നമ്മൾ ആ ടേബിൾ അനലൈസ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തു വളരെ ചെറിയ ഡാറ്റ ഐറ്റം നെയിം ഉപയോഗിച്ചിട്ട് സ്ലൈസ് ഐറ്റം നെയിം. ഓക്കെ, CPU, പ്രിന്റർ, മോണിറ്റർ, ഈ 3 ഐറ്റം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് സോർട്ട് ചെയ്തു. ഇപ്പോൾ അതിൽ ഡാറ്റ നോക്കിയാൽ 3 ഡാറ്റയെ കാണുന്നുള്ളൂ. CPU-യുടെ, മോണിറ്ററിന്റെ, പ്രിന്ററിന്റെ, ഈ 3 ഡാറ്റയുള്ളൂ. ഈ 2 ഡാറ്റ നമുക്ക് 2 എണ്ണമാക്കി മാറ്റാം. അപ്പൊ ഏത് ഡാറ്റ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതേ ടേബിൾ തന്നെ ഈ ടേബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അനലൈസ് വർക്ക് ചെയ്യാം. ഡിസൈൻ. ഇപ്പൊ നേരത്തെ ആ ടേബിൾ ഡിസൈൻസ് നേരത്തെ എക്സലിൽ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രൂപത്തിൽ അലൈൻ കിട്ടും. ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും ടേബിളിന്റെ. ബാക്കിയെല്ലാം ആ ടേബിൾ സ്ട്രക്ചർ. ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ടേബിളിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ലൈൻ ചാർട്ട് ആക്കി മാറ്റാം. പൈ ചാർട്ട്, ബാർ ചാർട്ട്. പൈ ചാർട്ടിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് അറിയാമല്ലേ. അതുപോലെ ലൈൻ ചാർട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഈ ലൈനായി മാറും. ഈ രൂപത്തിൽ നമുക്ക് ഇതിലെ ഡാറ്റകളും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ഡാറ്റയാണോ ആ ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ടേബിളാണ് അറേഞ്ച് ചെയ്ത് തരും. ഓക്കല്ലേ. പിവറ്റ് ചാർട്ട് ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെക്കമെൻഡിലും മറ്റൊരു കാണാൻ പറ്റും. ആ ചാർട്ടിന്റെ പിവറ്റ് ടേബിൾസ്, അറേഞ്ച് ചെയ്ത ടേബിൾസ് ഉണ്ടോ. നമുക്ക് ഏത് ടേബിളിൽ കിട്ടാം, ഏത് ടേബിൾ. അപ്പൊ 2 ടേബിളാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് ടേബിൾ വേണമെങ്കിലും ആ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർട്ട് അവൈലബിൾ ആവും. ഓക്കെ.